ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരാൾ ചോദിച്ചു, ഉസ്താദ് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് തേൻ വിതരണം ചെയ്ത് ഏതോ ഒരാളെ ക്യാൻസർ മാറി എന്ന് പറഞ്ഞാൽ വലിയ വിവാദമായിട്ടുണ്ടല്ലോ, അതിനൊരു മറുപടി കൊടുക്കുമോ എന്ന് വെച്ച്. നിങ്ങളൊക്കെ പലപ്പോഴും ചിലപ്പം കേട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല, ട്രോളന്മാർ സോഷ്യൽ മീഡിയ പിടിച്ചടക്കിയ കാലമാണ്. പക്ഷെ ഞാനത് കേട്ടു, ഞാൻ അത്ഭുതപ്പെട്ടത്. ഖുർആൻ പ്രചരിപ്പിക്കുന്നു, അതിൻ്റെ ദാഴി എന്ന് പറയുന്ന ചില വ്യക്തികൾ പോലെ ഇതിൻ്റെ പിറകിലുണ്ട്. അതാ സങ്കടം. രോഗം മാറാൻ പല മാർഗങ്ങളുണ്ട്. ഒന്ന് ദ്വാരുന്ന രോഗം മാറൂലേ? മാറൂലേ അല്ലേ? അതിപ്പോൾ ഞാനാണ്ട് പറഞ്ഞാൽ കളിയാക്കാൻ പറ്റും. ഇപ്പോൾ അത് ദ്വാരുന്നിട്ട് ക്യാൻസർ മാറി, ദ്വാരുന്നാൽ ഇന്ന സോക്കടെ മാറുള്ളൂ, പനിയൊക്കെ മാറുള്ളൂ, ദ്വാരുന്ന ക്യാൻസർ മാറുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അള്ളാനെ ചെറുതാക്കാൻ പറ്റുമോ? അപ്പം ഞാൻ ഇപ്പോൾ പറയാണ്, ഇന്ന സ്ഥലത്ത് ഞാനാവട്ടെ വേറെ ആരെങ്കിലും ആവട്ടെ, അല്ല നിങ്ങളെ നാട്ടിൽ ഉസ്താദ് ഇന്ന സ്ഥലത്ത് ദ്വാരുന്നു, ഒരാളെ രോഗം മാറിയെന്ന് തന്നെ അപ്പോൾ ട്രോൾ ചെയ്യണ്ടോ? കാരണം ദ്വാരുന്ന രോഗം മാറൂലേ? ആ തേനും കൂടി കുടിക്കണ്ട. ചിലപ്പോൾ അലോപ്പതി പോലെ രോഗം മാറും, യുനാനി കൊണ്ട് രോഗം മാറും, ആയുർവേദിക് കൊണ്ട് രോഗം മാറും, പച്ച മരുന്നുകൊണ്ട് രോഗം മാറും, വെറുതെ രോഗം മാറും. ഇതൊക്കെ മാറ്റണാരാ? അല്ലാഹ്. എന്നാൽ ഖുർആനിൽ അല്ലാഹു തആല എല്ലാം ചൂണ്ടിക്കാണിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഫീഹി ശിഫാഉൽ ലിന്നാസ്, തേനിലും ശിഫ ഉണ്ട് എന്ന് പറഞ്ഞു. അത് എടുത്തു പറഞ്ഞതാ. നമ്മൾ തലവേദനയും പനി മാറാൻ വേണ്ടി പനഡോൾ വിളിക്കലില്ലേ? ഇല്ലേ? കുടിക്കാറില്ലേ? അത് ഖുർആനിലൊട്ടില്ലേനു. അപ്പൊ അതുകൊണ്ട് ഒരാൾ സോക്കട് മാറി എന്ന് പറഞ്ഞാൽ ആർക്കും അത്ഭുതമില്ല. ഖുർആനിൽ പറഞ്ഞ സാധനം കൊണ്ട് മാറി എന്ന് പറഞ്ഞാൽ അത്ഭുതം കളിയാക്കലും മുഅ്മിനീങ്ങൾ തന്നെ. സൂറത്തുൻ നഹ്ൽ പടച്ചോൻ പറയാണ്, ഫീ ശിഫാഉൽ ലിന്നാസ്. സൂറത്തുൻ നഹ്ൽ പടച്ചോൻ പറയല്ലേ അത്, ഫീ ശിഫാഉൽ ലിന്നാസ്. വേണമെങ്കിൽ എൻ്റെ ഈ ഭാഗം ഒന്ന് ക്ലിപ്പാക്കി നിങ്ങൾ വിട്ടോളിട്ടോ. മനസ്സിലായില്ലേ? ഈ ഒരു ഭാഗം, കാരണം കുറെ ആൾക്കാർക്ക് അതിൽ സംശയമുണ്ട്. ഞാൻ എന്നെ മറുപടി പറഞ്ഞാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. എടാ മോനെ, ഖുർആനിൽ പറഞ്ഞാണ്, നീ മോളാണെങ്കിൽ മോളെ എന്നെ എന്തോ വിളിച്ചോ, പക്ഷെ ഞാൻ മോനെ മോളെ എന്ന് വിളിക്കുന്നുള്ളൂ. ഫീഹി ശിഫാഉൽ ലിന്നാസ് ഖുർആൻ പറഞ്ഞോ ഇല്ലേ? അല്ല പറഞ്ഞതിന് ഫീഹി ശിഫാഉൽ ലിന്നാസ് എന്നാണ്, ബഹുവ ശിഫാഉൻ ലികുല്ലിന്നാസി എന്നല്ല. ഇമാം റാസി തങ്ങൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അത് എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ രോഗത്തിനും എപ്പോഴും ഔഷധമാവും എന്ന് അല്ല പറഞ്ഞിട്ടില്ല. പക്ഷെ അത് വലിയൊരു മരുന്നാണ് എന്ന് അല്ല പറഞ്ഞു. ആ മരുന്ന് ചില ആളുകൾക്ക് ഫലിക്കും, ചിലർക്ക് ഫലിക്കൂല. അങ്ങനെ തന്നെയല്ല അലോപ്പതി. ക്യാൻസർ പിടിച്ചുകൊണ്ട് അലോപ്പതിക്കാരന് മുമ്പ് പോയിട്ട് കീമ ചെയ്തിട്ട് രക്ഷപ്പെട്ടവരാണോ കൂടുതൽ, കഷ്ടപ്പെട്ടവരാണോ കൂടുതൽ? കഷ്ടപ്പെട്ടവരല്ലേ? അല്ലേ? ആ ജയിലിൽ പോണേ നമുക്ക് രണ്ടാം കൂടി പോവാം. അലോപ്പതിയെ സമീപിച്ചുകൊണ്ട് ക്യാൻസർ ആയിട്ട് ജീവിച്ചതിനേക്കാളും കൂടുതൽ മരിച്ചതാണ്. ഒരു സംശയക്കാര്യത്തിൽ വേണേ സർവേ ചെയ്ത് നോക്കിയാൽ മതി. അതിനടുത്ത് അലോപ്പതിയെ ചവിട്ടി കയറണമെന്നാ വേണോ? നീ തേൻ കുടിച്ചാലും അങ്ങനെ തന്നെ. രക്ഷപ്പെട്ടേക്കാം, നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ രക്ഷപ്പെട്ടത് നമ്മൾ എടുത്തു പറയും. എന്തുകൊണ്ട്? അള്ളാന്റെ ഖുർആനിൽ അത് ഔഷധമായിട്ട് വരും എന്ന് പറഞ്ഞത് ഇന്ന സ്ഥലത്ത് ശരിയായിട്ടുണ്ട്. എന്താ അതിന് ട്രോളാനുള്ളത് എന്ന് അതിനിങ്ങോട്ട് വരികയാണ്. വിഡി. ആരാ വിഡി? പറയുന്നവനല്ലേ 10 വട്ടം വിഡി. കാരണം ഞാൻ പറഞ്ഞേ ഖുർആനല്ലേ. ആ ഖുർആൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, തേനുകൊണ്ട് ഔഷധം ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കൊടുക്കാൻ പറ്റൂല എന്ന്. എന്നാ പിന്നെ നിങ്ങൾ കൊടുത്തേക്ക്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വെറും ഗീബത്ത്, നമീമത്ത്, പരിഹാസത്തിന്റെ വേദിയായി മാറിയില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തേന് കൊടുത്തിട്ട് ഒരാളെ സോക്കട് മാറി എന്ന് പറഞ്ഞ് അതിന് മുഅ്മിനീങ്ങൾ എന്ന് പേര് വെക്കപ്പെട്ട ആൾക്കാർ കുതിര കയറുക. ആയത്തിനോടോ നീ ചവിട്ടി മതിക്കുന്നത്? എന്നല്ല, ആയത്തിനെ, അള്ളാന്റെ ആയത്തിനാണിത്. ആയത്തിലാ. എടുത്തു നോക്ക്, സൂറത്തുൻ നഹ്ൽ ആയത്ത് നമ്പർ 81 എടുത്തു നോക്ക്. അതിലുണ്ടോ ഇല്ലെന്ന് എടുത്തു നോക്ക്. ഈ ആയത്തിന് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നുള്ളതല്ലേ. തേൻ എന്നും ഔഷധല്ലേ? നിനക്കറിയില്ലേ? കുട്ടൻ വൈദ്യരോട് വെച്ച് നോക്ക് തേൻ ഔഷധാണോ എന്ന്. നിനക്കറിയില്ലേ? ഡോക്ടർ ഇക്ബാലിനോട് വെച്ച് നോക്ക് ഔഷധാണോ എന്ന്. നിനക്കറിയില്ലേ? ഡോക്ടർ എസ് എൻ കുമരനോട് വെച്ച് നോക്ക് ഔഷധാണോ എന്ന്. നീ ഒന്നല്ല, നിന്റെ നാടിന്റെ അടുത്ത് ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവരോട് വെച്ച് നോക്ക്. അവർ മർമാണികളാണെങ്കിൽ അവർ പറയും തേനുകൊണ്ട് മർമ്മത്തിന് വരെ ഫലമുണ്ട് എന്ന് പറയും. അത് ഞാൻ പറഞ്ഞ വലിയ വിഷയമാണോ? എന്തൊക്കെയാ നടക്കുന്നത്? പരിഹാസം മാത്രം വരുമാന മാർഗാക്കിയ ഒരു ടീം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.